proudest legacy will be that of a peacemaker and unifier. Israel yearns for peace. Israel has made peace and ലോകം ഇന്ന് വലിയൊരു വൈരുദ്ധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് ലോക നേതാക്കൾ സമാധാനത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും വാചാലരാകുന്നു. വീഡിയോയിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞ പോലെ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, ഞങ്ങൾ സമാധാനമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, ഇനിയും ഞങ്ങൾ സമാധാനമുണ്ടാക്കും. തങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളാണെന്നും ലോകത്ത് ഐക്യമുണ്ടാക്കാൻ വന്നവരാണെന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ മറുഭാഗത്ത് ഇതേ നാക്കുകൾ യുദ്ധത്തിൻ്റെയും നാശത്തിൻ്റെയും വിത്തുകൾ പാകുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് എത്ര സത്യമാണ്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ സമാധാനമുണ്ടാക്കുന്നവർ മാത്രമാണ് എന്ന് അവർ മറുപടി നൽകും. അറിയുക, അവർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നവർ, എന്നാൽ അവർ അത് തിരിച്ചറിയുന്നില്ല. ഈ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പുലരുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി വേഷമിടുന്ന ഭരണകൂടങ്ങൾ അഗതികളുടെയും നിരാലംബരുടെയും മേൽ ബോംബുകൾ വർഷിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരക്തം ഒഴുകുമ്പോൾ അത് സമാധാനത്തിന് വേണ്ടിയാണെന്ന ക്രൂരമായ ന്യായീകരണമാണ് നൽകപ്പെടുന്നത്. ഇറാൻ്റെയും അയൽ രാജ്യങ്ങളിലും മറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് തകർക്കുന്നത്. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ കുഴപ്പമുണ്ടാക്കുന്നവർ അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരന്തം. തങ്ങളുടെ ചെയ്തികൾ നീതിയുടേതാണെന്ന് അവർ സ്വയം വിശ്വസിക്കുകയും ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം തേടുന്നത് സമാധാനമാണ്. വാക്കുകളിലെ സമാധാനമല്ല, മറിച്ച് പ്രവൃത്തികളിലെ നീതിയാണ്. മനുഷ്യഹൃദയങ്ങളിൽ കാരുണ്യവും നീതിയും ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ സമാധാനം പുലരുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വാക്കുകൾ നമുക്ക് മുന്നറിയിപ്പാണ്. സത്യം തിരിച്ചറിയാനും തിന്മയെ തടയാനും മനുഷ്യർക്ക് ബോധമുണ്ടാകട്ടെ. മരണത്തെ മുഖാമുഖം കാണാൻ ഉറച്ച ചങ്കൂറ്റത്തോടെ നിലകൊണ്ട ആയത്തുള്ള ഖമേനി. അദ്ദേഹം ഒരു ഭൂഗർഭ ബങ്കറിലും അഭയം തേടിയില്ല. ആയത്തുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്നാണ്. വരും തലമുറകൾക്ക് ചരിത്രം പറഞ്ഞുകൊടുക്കാൻ ഒരു വലിയ ദൃഷ്ടാന്തം ബാക്കി വെച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത്. മുസ്ലിം ലോകം മുഴുവൻ നിശബ്ദതയിലും ഭീരുത്വത്തിലും ആണ്ടുപോയ നിമിഷങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികളോട് പൊരുതി രക്തസാക്ഷ്യം വരിക്കാൻ കാണിച്ച ആത്മവീര്യം സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇറാനിലെ തെരുവുകളിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ രോദനം വെറുമൊരു വിലാപമായിരുന്നില്ല, മറിച്ച് ശത്രുവിനോടുള്ള പ്രതികാരത്തിൻ്റെ ഇരമ്പലായിരുന്നു. പതറാത്ത വിശ്വാസവും തോൽക്കാത്ത പോരാട്ട വീര്യവും എങ്ങനെയുണ്ടാകണം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആയത്തുള്ള ഖമേനിയുടെ ജീവിതം അനീതിക്കെതിരെ പോരാടുന്ന ഏതൊരാൾക്കും എന്നും ഒരു വലിയ കരുത്തായിരിക്കും.